ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനൈ തകൈച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി നേരിടണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണ്ണമായും സമ്പർക്കരഹിതവും കടലാസുരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ പരിശോധിച്ച് മറുപടി അറിയിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇപ്പോഴത്തെ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭയിൽ മുഖ്യമന്ത്രി ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങളോട് ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. ഇനി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗുണാണോ ദോഷാണോ, രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. എല്ലാത്തിലും കോൺട്രവേഴ്സിക്ക് പ്രാമുഖ്യം കൊടുക്കണ്ട. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി N ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ ഉണർന്ന് പെരുമ്പാവൂർ എന്ന പ്രഖ്യാപനവുമായി തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് ഇന്ന് പെരുമ്പാവൂരിൽ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ പങ്കെടുക്കും. തൂഫാൻ പതാക ഉയർത്തി പെരുമ്പാവൂർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നേരിട്ടെത്തി മന്ത്രി സംവദിക്കും. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടി നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് മന്ത്രി M ലിജു. മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിക്കും. C ക്ലാസ് സഹകരണ സംഘങ്ങളിലെ വോട്ടവകാശം സംബന്ധിച്ച് നയപരമായ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി M ലിജു തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. +1 മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. 3ാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. 1ൽ കൂടുതൽ ക്വാട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ ക്വാട്ടയിലെ പ്രവേശനം തിരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പനിയും വയറിളക്കവുമായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി രോഗം ഭേദമായി വീട്ടിലേക്ക് തിരികെ പോയ ശേഷമാണ് പരിശോധനാ ഫലം ലഭിച്ചത്. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. എഴുത്തുകാരനും ആകാശവാണി കോഴിക്കോട് നിലയം മുൻ വാർത്താ അവതാരകനുമായിരുന്ന VK രഘുനാഥ് നിര്യാതനായി. 69 വയസ്സായിരുന്നു.
വയനാട് മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്രെഡായി സംസ്ഥാന കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുറമുഖ നഗരമായി കേരളത്തെ വികസിപ്പിക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് മുന്നിൽ വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. സമഗ്ര വികസനത്തിന് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ആരംഭിച്ചു. വാർഡ് തലത്തിൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ, എന്റമോളജിക്കൽ സർവേ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വടകര റെയിൽവേ സ്റ്റേഷനുകൾ എൻട്രി പോയിന്റ് സ്ക്രീനിംഗും നടക്കുന്നു. മലമ്പനി വിരുദ്ധ വാസാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ്, ചെക്യാട് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ BSF ക്യാമ്പിൽ സ്ക്രീനിംഗും ബോധവൽക്കരണ ക്ലാസും നടത്തി. BSF ക്യാമ്പിലെ 153 പേരുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. ദേശീയ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ കേരള ഹൈക്കോടതിക്ക് ഗോൾഡ് അവാർഡ്. ഡിസ്ട്രിക്ട് കോർട്ട് കേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന സംവിധാനത്തിനാണ് പുരസ്കാരം. സംസ്ഥാനത്തെ ജില്ലാതല കോടതികളിൽ നടപ്പിലാക്കിയ സമഗ്രവും സമ്പൂർണവുമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് DCMS. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. 2ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കുന്ന കുടുംബശ്രീയുടെ ചക്ക മേള ശ്രദ്ധേയമാകുന്നു. ചക്ക വിഭവങ്ങളുടെ രുചി അറിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കുടുംബശ്രീ CDS അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ച ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളുടെ പ്രദർശനമാണ് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നു വരുന്നത്. ചക്കയുടെ പ്രാധാന്യത്തെയും പോഷകമൂല്യത്തെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതിനൊപ്പം മാറി ചിന്തിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുക കൂടിയാണ് കുടുംബശ്രീ. മേള നാളെ സമാപിക്കും. ഇത്തവണത്തെ ഓണം വാരാഘോഷം അടുത്ത മാസം 24 മുതൽ 30 വരെ സംഘടിപ്പിക്കും. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കി ഓണം വാരാഘോഷത്തെ മാറ്റാനാണ് സർക്കാരിന്റെ ശ്രമം. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷന് ഈ മാസം 6 വരെ അവസരം. cee.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെ ഓപ്ഷൻ സമർപ്പിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. ഇന്ന് പുലർച്ചെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ക്രൊയേഷ്യയെ തോൽപ്പിച്ചത്. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലാൻഡും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്തിനെയും, നാളെ പുലർച്ചെ 3:30 അർജന്റീന കാബോ വെർദയെയും, രാവിലെ 7 മണിക്ക് കൊളംബിയ ഖാനയെയും നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ രാത്രി മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി മടങ്ങി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.